9 മണി വാർത്ത ആദ്യം അയൽരാജ്യമായ നേപ്പാളിലേക്കാണ്. നേപ്പാളിൽ സമൂഹ മാധ്യമങ്ങൾ നിരോധിച്ചതിന് പിന്നാലെയുള്ള തെരുവിലെ അക്രമം അണപൊട്ടുകയാണ്. യൂട്യൂബും ഫേസ്ബുക്കും അടക്കം 26 സോഷ്യൽ മീഡിയ ആപ്പുകൾക്കാണ് വിലക്കേർപ്പെടുത്തിയിട്ടുള്ളത്. 7 ദിവസത്തേക്കാണ് സർക്കാർ ഈ ആപ്പുകളെ നിരോധിച്ചത്. ഇതിൽ പ്രകോപിതരായ യുവാക്കൾ ആണ് വലിയ പ്രതിഷേധവുമായി രംഗത്ത് എത്തിയിട്ടുള്ളത്. സംഘർഷത്തിൽ ഇതുവരെ 19 പേർ കൊല്ലപ്പെട്ടതായാണ് വിവരം. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. നേപ്പാളിലെ ആഭ്യന്തരമന്ത്രി രാജിവെക്കുകയും ചെയ്തു. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് അഭിലാഷ് ചേരുന്നുണ്ട്. അഭിലാഷ്, അണപൊട്ടുന്ന പ്രതിഷേധം ആയിരുന്നു ജൻസിയുടെ പ്രതിഷേധം. അതിപ്പോൾ കനക്കുന്നു. ആഭ്യന്തരമന്ത്രിക്ക് രാജിവെക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. അഭിലാഷ്, നേപ്പാളിൽ സർക്കാർ വിചാരിച്ചതുപോലെയൊന്നുമല്ല കാര്യങ്ങൾ പോയത്. സർക്കാരിൻ്റെ വാർത്താവിനിമയ മന്ത്രാലയത്തിൽ രാജ്യത്ത് പ്രവർത്തിക്കുന്ന എല്ലാ സമൂഹ മാധ്യമങ്ങളും രജിസ്റ്റർ ചെയ്യണമെന്നും അതിൻ്റെ ഉള്ളടക്കം രാജ്യത്തിന് അനുയോജ്യമായിട്ടാണോ ഉള്ളത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ എല്ലാ സമൂഹ മാധ്യമങ്ങളോടും രജിസ്റ്റർ ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ മെറ്റയുടെ കീഴിലുള്ള ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയിട്ടുള്ള ആപ്പുകളടക്കം 26 ആപ്പുകൾ രജിസ്റ്റർ ചെയ്തിരുന്നില്ല. ഇത്തരം രജിസ്റ്റർ ചെയ്യാത്ത ആപ്പുകൾക്കെതിരെ ഒരു നടപടി എന്നോണം 7 ദിവസത്തേക്ക്, കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ വരുന്ന വെള്ളിയാഴ്ച വരെയുള്ള 7 ദിവസത്തേക്ക് അവയെ താത്കാലികമായി നിരോധിക്കുക എന്നുള്ളൊരു നീക്കത്തിലേക്കാണ് രാജ്യം കടന്നത്. എന്നാൽ തീരെ നിശ്ചയിക്കാതെയാണ് ഇത്തരത്തിൽ ജെൻസി കുട്ടികൾ, യുവാക്കൾ, അതായത് 15 മുതൽ 28 വരെ പ്രായമുള്ള കുട്ടികൾ വലിയ രീതിയിലുള്ള ഒരു കലാപ സമാനമായ രീതിയിൽ കാഠ്മണ്ഡുവിൽ ഇറങ്ങുകയും അവിടെ തെരുവിൽ ഒരു സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് പോലീസിന് നടപടി എടുക്കേണ്ടി വന്നത്. ഈ പോലീസ് നടപടിയിൽ നിലവിൽ 19 കുട്ടികൾ മരിച്ചു എന്നാണ് ലഭിക്കുന്ന വിവരം. എന്നാൽ അതിൽ കൂടുതൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇനിയും മരണസംഖ്യ ഉയരാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് വരുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ. അങ്ങനെ കാര്യങ്ങൾ സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് പോയൊരു സാഹചര്യത്തിലാണ് അവിടുത്തെ ആഭ്യന്തരമന്ത്രിക്ക് ഇപ്പോൾ രാജിവെക്കേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയ സംഘർഷം ഇപ്പോഴും അവസാനിക്കാതെ തുടരുകയാണ്. ആളുകൾ മരിക്കുന്ന വാർത്തകൾ പുറത്തു വരുന്നതോടുകൂടി കൂടുതൽ ആളുകൾ തെരുവിലേക്ക് ഇറങ്ങി സർക്കാരിനെതിരെ പ്രതിഷേധത്തിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ കുട്ടികൾ പറയുന്നത് സമൂഹ മാധ്യമങ്ങൾ ഇവിടെ വിലക്കിയത് കൊണ്ട് മാത്രമല്ല തങ്ങൾ പ്രതിഷേധത്തിനിറങ്ങിയത്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയ അഴിമതി ഈ രാജ്യത്തുണ്ട്. ആ അഴിമതികൾ തങ്ങൾക്ക് പുറത്തു പറയാനുള്ള ഒരു സാധ്യതയായിരുന്നു ഈ സമൂഹ മാധ്യമങ്ങൾ. അവയെ വിലക്കിയതോടുകൂടി സർക്കാരിനെതിരെയുള്ള തങ്ങളുടെ വിമർശനങ്ങൾ പറയാനുള്ള ഒരു വഴി കൂടെയാണ് ഈ സർക്കാർ അടച്ചിരിക്കുന്നത്. അതിനെതിരെ കൂടിയാണ് തങ്ങളുടെ പ്രതിഷേധമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ യുവാക്കൾ അടങ്ങുന്ന കുട്ടികളും യുവാക്കളും നേപ്പാളിൻ്റെ തെരുവിലേക്ക് ഇറങ്ങിയത്. ആദ്യം ചെറിയൊരു സമരമായി തുടങ്ങി. അവർ നേപ്പാളിൻ്റെ പതാകയും നേപ്പാളിൻ്റെ ദേശീയ ഗാനവും ആലപിച്ചുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങി. അത് പിന്നീട് ഒരു കലാപ സമാനമായ അന്തരീക്ഷത്തിലേക്ക് മാറുന്നു. ആ അന്തരീക്ഷത്തെ ചെറുക്കാനായിട്ട് പോലീസ് നടപടികൾ ഉണ്ടാവുന്നു. ഇതിനിടയിൽ വെടിവെപ്പ് വരെ ഉണ്ടായി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ദേശീയ അന്തർദേശീയ മാധ്യമങ്ങൾ അതിനെക്കുറിച്ച് വലിയ രീതിയിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇതിൽ 100 കണക്കിന് ആളുകൾക്ക്, വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും വലിയ രീതിയിലുള്ള പരിക്ക് പറ്റി. ഇതിൽ 20ഓളം പേർ ഇപ്പോൾ തന്നെ കൊല്ലപ്പെട്ടു എന്നാണ് വിവരം. നമുക്ക് പോയ മണിക്കൂറുകൾ അത് ആദ്യം ഒരാളായിരുന്നു, പിന്നെ 6 പേരായി, പിന്നെ അത് 14ആയി, പിന്നെ 16ആയി, ഇപ്പോൾ 19 മുതൽ 20 എന്ന് കണക്ക് പറയുന്നു. വരും മണിക്കൂറുകളിൽ ഇങ്ങനെ എണ്ണം കൂടുന്ന ഒരു സാഹചര്യമുണ്ട്. അതിശക്തമായ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ കാഠ്മണ്ഡുവിൽ ഉണ്ടായിരിക്കുന്നത്. പ്രസിഡന്റിന്റെ വസതി അടക്കമുള്ള മേഖലകളിൽ കാഠ്മണ്ഡുവിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഇപ്പോൾ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിപ്പോൾ ഇനിയിപ്പോൾ ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആയിരിക്കാം ഒരുപക്ഷെ ഈ സമരത്തിന് ഈ വിദ്യാർത്ഥികളും യുവാക്കളും ഒരുങ്ങിയിരുന്നത്. എന്നാൽ കാര്യങ്ങൾ കൈവിട്ടു പോയ സ്ഥിതിക്ക് ഇപ്പോൾ അനിശ്ചിതകാലത്തേക്ക് ഈ കലാപ അന്തരീക്ഷം നിലനിൽക്കും എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ, അഭിലാഷ്. കാരണം വലിയ രീതിയിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും യുവാക്കളുമാണ് നേപ്പാളിൻ്റെ തെരുവിൽ കാഠ്മണ്ഡുവിൽ ഇപ്പോൾ ഇറങ്ങി പ്രതിഷേധിക്കുന്നത്. ഇവിടെ ഉണ്ടായ ഈ കലാപ സാഹചര്യം അനുസരിച്ച് കലാപത്തിൻ്റെ ചുവട് പിടിച്ച് നേപ്പാളിൻ്റെ പല ഭാഗങ്ങളിൽ യുവാക്കൾ സർക്കാരിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യം കണക്കിലെടുത്ത് പ്രതിപക്ഷ പാർട്ടികളും സർക്കാരിനെതിരെ രംഗത്ത് വരാനുള്ള സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിലാണ് ആഭ്യന്തരമന്ത്രിക്ക് രാജിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും അവിടെ അഭിലാഷ് സൂചിപ്പിക്കുന്ന പോലെ നേപ്പാളിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന, ഇന്ത്യയുമായി സൗഹൃദം പുലർത്തിയിരുന്ന, ഈ അടുത്ത കാലത്ത് ആ സൗഹൃദത്തിലൊക്കെ നേരിയ വിള്ളൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും വളരെ ചെറിയൊരു രാജ്യമാണ്. വലിയ സൈനിക ശക്തിയുള്ള രാജ്യമല്ല. സാംസ്കാരികമായും സാമൂഹികമായും ഒക്കെ ഇന്ത്യയുമായി ബന്ധം പുലർത്തുന്ന, അടുപ്പം പുലർത്തുന്ന ഒരു രാജ്യം കൂടിയാണ്. ഇതിപ്പോൾ നിയന്ത്രണ വിധേയമല്ലാത്ത തരത്തിലേക്ക്
ഈ പ്രതിഷേധങ്ങൾ പോകുന്നുവെങ്കിൽ അത് വലിയ തോതിലുള്ള പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുക. അവിടെ അയൽരാജ്യമെന്ന നിലയിൽ ഇന്ത്യക്ക് ഉൾപ്പെടെ ഇടപെടേണ്ട ഒരു പശ്ചാത്തലം ഉണ്ടായേക്കാം. ഈ പ്രതിഷേധത്തെ മറ്റ് രാജ്യങ്ങൾ, ഇന്ത്യയോ അല്ലെങ്കിൽ മറ്റ് അയൽരാജ്യങ്ങളോ ഒക്കെ എങ്ങനെ നോക്കിക്കാണുന്നു? ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ടോ? ഇപ്പോഴത്തെ പ്രതിഷേധത്തെ എങ്ങനെ ശമിപ്പിക്കാം എന്നുള്ളതാണ് നേപ്പാൾ ഭരണകൂടത്തിൻ്റെ ഒരു നീക്കം. അഭിലാഷ്, ഇപ്പോൾ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് നേപ്പാൾ. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ അതിർത്തി സംസ്ഥാനങ്ങളിൽ വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. കൂടുതൽ ആക്രമണങ്ങൾ ഇങ്ങോട്ടേക്ക് എത്താനുള്ള, അല്ലെങ്കിൽ അക്രമകാരികളായിട്ടുള്ള ആളുകൾ ഇങ്ങോട്ട് എത്തിക്കാനും ഈ രാജ്യത്തിൻ്റെ അതിർത്തി പ്രദേശത്തേക്ക് കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള ഒരു സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് തന്നെ. മാത്രമല്ല, ഇപ്പോൾ ഈ സമരത്തിന് ഇറങ്ങിയിരിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് അവിടുത്തെ യുവാക്കളാണ്. അവരെ നേരിടാൻ വേണ്ടിയിട്ട് തോക്കോ മറ്റു കാര്യങ്ങളോ ഉപയോഗിക്കാൻ പറ്റില്ല. അവരെ പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ച് പിന്തിരിപ്പിക്കാനേ സർക്കാരിന് കഴിയുള്ളൂ. മറ്റു തരത്തിലുള്ള ഏതു തരത്തിലുള്ള നടപടി എടുത്താലും രാജ്യത്തെ യുവാക്കൾക്കെതിരെ ഒരു പോലീസിൻ്റെ നടപടി ഉണ്ടായാൽ അത് ശക്തമായ രീതിയിൽ രാജ്യത്തിനകത്തു നിന്നും രാജ്യത്തിന് പുറത്തു നിന്നും നേപ്പാളിൻ്റെ സർക്കാരിനെതിരെ അടിക്കാൻ ഒരു വടിയായിട്ട് മാറാനൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മതയോടെയാണ് ഇപ്പോൾ നേപ്പാൾ സർക്കാർ കൈകാര്യം ചെയ്യുന്നത് ഈ വിഷയം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അവിടുത്തെ ആഭ്യന്തരമന്ത്രിയെ എത്രയും പെട്ടെന്ന് രാജിവെപ്പിക്കാനായിട്ട് അവിടുത്തെ ക്യാബിനറ്റ് തീരുമാനിച്ചത്. ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് വരുന്നൊരു വാർത്ത, ഇപ്പോൾ ഈ സമൂഹ മാധ്യമങ്ങൾ 7 ദിവസത്തേക്ക് വിലക്കിയ തീരുമാനം മരവിപ്പിച്ചുകൊണ്ട് വീണ്ടും ഈ സമൂഹ മാധ്യമങ്ങളെ വീണ്ടും ആ രാജ്യത്ത് പ്രവർത്തിപ്പിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് കടക്കുന്നു എന്നുള്ള വിവരങ്ങൾ പല സോഴ്സുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും എനിക്ക് തോന്നുന്നു വരും മണിക്കൂറുകളിൽ ഇപ്പോഴത്തെ ഈ താത്കാലികമായിട്ടെങ്കിലും ഈ ഒരു സംഘർഷം ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് സമൂഹ മാധ്യമങ്ങളുടെ വിലക്കിയ നീക്കം അത് മരവിപ്പിക്കാനുള്ള ഒരു നീക്കമാണ് സർക്കാർ നടത്താൻ പോകുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും അതിശക്തമായ ഒരു സംഘർഷമാണ് നേപ്പാൾ സർക്കാർ തീരെ വിചാരിച്ചിരിക്കാതെ ഉണ്ടായ അതിശക്തമായ ഒരു സമരമാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. ആയിരക്കണക്കിന് യുവാക്കൾ പങ്കെടുക്കുന്ന ഒരു സമരം സർക്കാർ ഒരു തരത്തിലും വിചാരിച്ചിരുന്നില്ല. എന്നാൽ ഇത് സോഷ്യൽ മീഡിയ വഴി ആണ് ഈ കുട്ടികളെല്ലാം കൂടെ ഒത്തുചേരുകയും തങ്ങൾക്ക് സർക്കാരിനെതിരെ ആപ്പുകൾ വിലക്കിയ സർക്കാരിനെതിരെ വലിയൊരു സമരം ഉണ്ടാക്കണമെന്ന് അവർ സോഷ്യൽ മീഡിയ വഴി കൂടിച്ചേരുകയും അതുവഴിയാണ് അവർ കാഠ്മണ്ഡുവിന്റെ തെരുവിലിറങ്ങി സമരങ്ങൾ സംഘടിപ്പിച്ചത്. തീർച്ചയായും ഈ ദൃശ്യങ്ങൾ പറയുന്നുണ്ട് ഈ സമരത്തിന്റെ പ്രതിഷേധത്തിന്റെ ശക്തി എത്രത്തോളമാണ് എന്ന്. ജെൻസി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കാറ്റഗറിയിൽപ്പെട്ട യുവാക്കൾ തന്നെയാണ് ഈ പ്രതിഷേധവുമായി രംഗത്ത് എത്തിയിട്ടുള്ളത്. അപ്രതീക്ഷിതമായ ഒരു മുന്നേറ്റമോ നീക്കമോ ആയി തന്നെയാണ് പൊതുവെ ഇതിനെ വിലയിരുത്തേണ്ടത്. സമൂഹ മാധ്യമങ്ങൾക്ക് ഏർപ്പെടുത്തിയ വിലക്കാണ് ഈ തലമുറയെ ഇത്രമേൽ രോഷാകുലരാക്കിയത് എന്നതാണ് എടുത്തു പറയേണ്ടത്. കലാപകലുഷിതമാകുന്ന ഒരു സാഹചര്യത്തെ നേപ്പാൾ നേരിടുന്നു. പൊതുവെ ശാന്തമായ ഒരു പശ്ചാത്തലമാണ് നേപ്പാളിന് ഉള്ളത്. വലിയ സൈനിക ശക്തിയോ കരുത്തോ ഒന്നുമുള്ള രാജ്യമല്ല. അവിടുത്തെ ജനങ്ങളും പൊതുവെ അങ്ങനെ അക്രമകാരികൾ ആയിരുന്നില്ല. പക്ഷേ ഇപ്പോഴിതാ യുവാക്കൾ തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ അതിന് അടിയന്തരമായി പരിഹാരം കണ്ടെത്തേണ്ട ഒരു സാഹചര്യം ആണ് ഇപ്പോൾ നേപ്പാളിൽ ഉള്ളത്. നേപ്പാൾ അങ്ങനെ ശാന്തമാണ് എങ്കിൽ ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തെക്കുറിച്ച് നമുക്കറിയാം. അത് കാലങ്ങളായി ആരംഭിച്ചിട്ട് ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിലുള്ള ജെറുസലേമിൽ വെടിവെപ്പ് നടന്നു. ആ വെടിവെപ്പിൽ 6 പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. 12 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ 6 പേരുടെ നില അതീവ ഗുരുതരവുമാണ്. 2 അക്രമികളെയും വധിച്ചതായി ഇസ്രായേലി പോലീസ് അറിയിക്കുകയും ചെയ്തു. ജൂതന്മാർ കൂട്ടമായി താമസിക്കുന്ന റാമോട്ട് എന്ന പ്രദേശത്താണ് അക്രമമുണ്ടായത്. ബസ് സ്റ്റോപ്പിൽ നിന്നവർക്ക് നേരെ അക്രമികൾ വെടിയുതിർക്കുകയായിരുന്നു. ബസ്സിനുള്ളിലും ആക്രമണം നടത്തിയതായി റിപ്പോർട്ടുണ്ട്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. സംഭവസ്ഥലത്തെത്തിയ പോലീസ് 2 അക്രമികളെയും വെടിവെച്ച് കൊലപ്പെടുത്തി. അക്രമികൾ പലസ്തീൻ സ്വദേശികളാണെന്നാണ് പോലീസ് പറയുന്നത്. സംഭവത്തിന് പിന്നാലെ വെസ്റ്റ് ബാങ്കിലെയും രാമള്ളയിലെയും പലസ്തീൻ ഗ്രാമങ്ങൾ ഇസ്രായേൽ സൈന്യം വളഞ്ഞു. ഇതിനിടെ ആക്രമണത്തെ അഭിനന്ദിച്ച് ഹമാസ് രംഗത്തെത്തി. 2 വർഷമായി നടക്കുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ 70,000-ലേറെ പേരാണ് കൊല്ലപ്പെട്ടത്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18.
ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ സ്ഥലം സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. അതേസമയം നമുക്കറിയാം, ഇന്ത്യയിൽ പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിൻ്റെ ശാന്തിയും സമാധാനവും തകർക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും എപ്പോഴും ഭീകരരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാറുണ്ട്. അത്തരത്തിൽ ഭീകരരുടെ താവളങ്ങൾ ലക്ഷ്യമാക്കി തന്നെ നമ്മൾ നടത്തിയ സംയുക്ത തെരച്ചിലിൽ 2 ഭീകരരെ സൈന്യം വധിച്ചിട്ടുണ്ട്. 2 സൈനികർക്ക് പ്രത്യാക്രമണത്തിൽ വീരമൃത്യു വരിക്കേണ്ടി വന്നു. പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കുൽഗം ജില്ലയിലെ ഗുദാർ വനമേഖലയിൽ ആയിരുന്നു സംയുക്തമായി പരിശോധന നടത്തിയത്. വി വിനോദ് ഉണ്ട് നാഷണൽ ഡെസ്കിൽ നിന്ന്. വിനോദ്, ഈ തെരച്ചിൽ തുടരും എന്ന സൈന്യം നേരത്തെ തന്നെ അറിയിച്ചതാണ്. നേരത്തെ ഒരു ഭീകരനെ വധിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ 2 ഭീകരർ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് വിവരം. ഒപ്പം 2 ധീര സൈനികരെ നമുക്ക് നഷ്ടമാവുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ വിശദാംശങ്ങൾ സേന പുറത്തുവിട്ടിട്ടുണ്ട്. അഭിലാഷ്, മണിക്കൂറുകളായി ഈ ഏറ്റുമുട്ടൽ തുടരുകയാണ്. 2 ഭീകരരെ വധിച്ചു. അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ 2 ജവാന്മാർക്ക് വീരമൃത്യു സംഭവിക്കുകയും ചെയ്തു. ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുന്നുണ്ട്. കുൽഗാം മേഖല കേന്ദ്രീകരിച്ചുള്ള ഒരു ആക്രമണമാണ് നടക്കുന്നത്. അവിടെ ഈ സംശയത്തിൽ കണ്ട ഒരു സംഘത്തെ പരിശോധിക്കാനുള്ള നീക്കത്തിനിടെയാണ് ഭീകരരുടെ ഭാഗത്ത് നിന്ന് ആദ്യം സൈന്യത്തിന് നേരെ നിറയൊഴിച്ചത്. തുടർന്ന് പ്രത്യാക്രമണമുണ്ടായി. ഇപ്പോൾ ഇന്ത്യൻ ആർമിയും അതോടൊപ്പം തന്നെ ജമ്മു കാശ്മീർ പോലീസും CRPFും സംയുക്തമായൊരു ആക്രമണമാണ് നടത്തുന്നത്. നമുക്കറിയാം, ഈ പഹൽഗാം ആക്രമണത്തിന് ശേഷം അതീവ ജാഗ്രതയാണ് എല്ലാ അതിർത്തി മേഖലകളിലും. മാത്രമല്ല, ഇപ്പോഴത്തെ ഈ അന്തർദേശീയ തലത്തിൽ നടക്കുന്ന കാര്യങ്ങൾ കൂടി നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കണം. കാരണം അമേരിക്ക നേരത്തെ ഈ ഭീകരവാദത്തിനൊക്കെ എതിരെ നിലപാടെടുത്തിരുന്നെങ്കിൽ കൂടിയും റഷ്യയുമായി ഇന്ത്യ സഹകരിച്ചതോടുകൂടി താരിഫ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അമേരിക്ക ഇന്ത്യക്ക് നേരെ എടുത്ത നടപടികളുണ്ട്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ആക്രമണം എന്നതുകൂടി ശ്രദ്ധേയമാണ്. പഹൽഗാമിന് ശേഷം ഓപ്പറേഷൻ സിന്ദൂറിലൂടെ കനത്ത തിരിച്ചടി രാജ്യം നൽകിയിരുന്നു. പാകിസ്ഥാൻ്റെ വ്യോമ മേഖലകളും അതോടൊപ്പം തന്നെ തീര പ്രദേശങ്ങളും തുറമുഖങ്ങളടക്കമുള്ള മേഖലകളിൽ വലിയ ആക്രമണം നടത്തി പാകിസ്ഥാന് കനത്ത നഷ്ടം വരുത്തുകയും ചെയ്തു. ഇതിൻ്റെ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന്, തർക്കം പരിഹരിക്കുന്നതിന് താൻ ഇടപെട്ടു എന്നൊരു അവകാശവാദമാണ് പിന്നീട് ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഏതായിരുന്നാലും അതീവ ജാഗ്രതയിൽ തന്നെയാണ് രാജ്യമുള്ളത്. ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുകയാണ്. അഭിലാഷ്. യെസ്, ഇതാണ് ജമ്മു കാശ്മീരിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ. അതേസമയം 5 സംസ്ഥാനങ്ങളിലും അതോടൊപ്പം തന്നെ ജമ്മു കാശ്മീരിലുമായി 22 സ്ഥലങ്ങളിൽ ഇന്ന് NIA സംഘം പരിശോധന നടത്തുകയുണ്ടായി. ഇന്ത്യയിലെ തീവ്രവാദ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ റെയ്ഡ്. കശ്മീരിൽ പുൽവാമ, കുൽഗാം, ഷോപ്പിയാൻ, ബരാമുള്ള, കുപ്വാര ജില്ലകളിൽ ആയിരുന്നു പരിശോധന നടത്തിയത്. ഈ പരിശോധനയിൽ 5 ലാപ്ടോപ്പുകൾ, മൊബൈൽ ഫോണുകൾ, ചില ഡിജിറ്റൽ ഉപകരണങ്ങൾ, ഒപ്പം സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട രേഖകൾ എന്നിവ കണ്ടെടുത്തു. ഇവ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കും. അതേസമയം ഈ പരിശോധനയിൽ ആരെയും ഒഫീഷ്യലി അറസ്റ്റ് ചെയ്തിട്ടുമില്ല. ദേശീയ തലത്തിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്നത് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പാണ് നാളെ. NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണനും ഇന്ത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥി B സുദർശൻ റെഡ്ഡിയും തമ്മിലാണ് മത്സരം. രാവിലെ 10 മണി മുതൽ 5 മണി വരെയാണ് പോളിംഗ്. ഇലക്ടറൽ കോളേജിൽ 782 പേരാണ് ആകെയുള്ളത്. NDAക്ക് 426 MPമാരുടെ പിന്തുണയുണ്ട്. അതുകൊണ്ട് തന്നെ NDAയുടെ സ്ഥാനാർത്ഥി ഇന്ത്യയുടെ അടുത്ത ഉപരാഷ്ട്രപതി ആകും. കേരളത്തിലെ വാർത്തകളിലേക്ക് നമുക്ക് വിശദമായി വരാം ഇടവേളയ്ക്ക് ശേഷം. ഇടിമുറി ഭരണത്തിൽ വ്യാപക പ്രതിഷേധം. മുഖ്യമന്ത്രിയെയും ആഭ്യന്തര വകുപ്പിനെയും പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് സംസ്ഥാനത്തെ കസ്റ്റഡി മർദ്ദനങ്ങൾ. തുടർച്ചയായി പോലീസ് മർദ്ദന വാർത്തകൾ പുറത്തു വന്നിട്ടും മുഖ്യമന്ത്രിയോ ആഭ്യന്തര വകുപ്പോ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. പോലീസ് കസ്റ്റഡിയിൽ മർദ്ദനമേൽക്കുന്ന വാർത്തകൾ തുടർച്ചയായി വരുന്നത് ആഭ്യന്തര വകുപ്പിനെയും സർക്കാരിനെയും ഒരുപോലെ പ്രതിസന്ധിയിലാക്കുകയാണ്. കസ്റ്റഡി മർദ്ദനങ്ങൾക്കെതിരെ വലിയ ജനവികാരം പൊതുവിൽ ഉണ്ടാകുന്നുണ്ട്. കോൺഗ്രസ് ആകട്ടെ ഇത് തങ്ങൾക്ക് ഉണ്ടായിരുന്ന രാഷ്ട്രീയ പ്രതിസന്ധികൾ മറികടക്കാനുള്ള ഒരു അവസരമായി കൂടി കാണുകയാണ്. വലിയ പ്രതിഷേധ പരിപാടികൾക്കാണ് സംസ്ഥാന വ്യാപകമായി UDFും കോൺഗ്രസും ആസൂത്രണം ചെയ്യുന്നത്. നേരത്തെ തന്നെ ആഭ്യന്തര വകുപ്പിനെതിരെ വലിയ വിമർശനങ്ങൾ ഈ ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്ത് മുതൽ ഉണ്ടായിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പിൽ മുഖ്യമന്ത്രിയുടെ മേൽനോട്ടമില്ല, ആ ഭരണം മോശപ്പെട്ടതാണ് തരത്തിലുള്ള അഭിപ്രായങ്ങൾ പാർട്ടിക്കുള്ളിൽ പോലും നേരത്തെ ഉയർന്നു വന്നാണ്. ഇപ്പോൾ തുടർച്ചയായി കസ്റ്റഡി മർദ്ദന വാർത്തകൾ പുറത്തു വരുമ്പോൾ പോലീസിനെ നിയന്ത്രിക്കാൻ മുഖ്യമന്ത്രി കഴിയുന്നില്ല എന്ന വിമർശനമായി കൂടി അത് മാറുകയാണ്. സംസ്ഥാന വ്യാപകമായി വലിയ പ്രതിഷേധങ്ങൾക്ക് UDF തയ്യാറെടുക്കുമ്പോൾ അതെങ്ങനെ മറികടക്കുമെന്ന കാര്യത്തിൽ ചർച്ചകൾ സജീവമാണ്.
പോലീസിലെ ചെറിയൊരു വിഭാഗം മാത്രമാണ് നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന വലിയൊരു സേനയാണ്. അതിൽ ചെറിയൊരു വിഭാഗം മാത്രമാണ് ഇത്തരം കസ്റ്റഡി മർദ്ദനങ്ങൾ ഇടിയൻ പോലീസുകാരായി മാറുന്നുവെന്ന പ്രതിരോധമുണ്ട്. പക്ഷേ എത്രത്തോളം അത് ഫലം കാണുമെന്ന് പറയാൻ കഴിയില്ല. കാരണം വലിയ രീതിയിലുള്ള ജനവികാരം ഇത്തരം സംഭവങ്ങൾക്കെതിരെ ഉണ്ടാകുമ്പോൾ പലതും ഈ കസ്റ്റഡി മർദ്ദനത്തെ തെളിവായി പോലീസ് സ്റ്റേഷനുകളിലെ CCTVകൾ തന്നെ മാറുന്ന സാഹചര്യം കൂടിയുണ്ട്. കോൺഗ്രസ് ആകട്ടെ ഇതൊരു അവസരമായി കണ്ടുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ നേരത്തെ ഉണ്ടായ സംഭവങ്ങൾ പോലും അതിന്റെ CCTV ദൃശ്യങ്ങൾ പോലും ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ് നേതൃത്വം. സംസ്ഥാന വ്യാപകമായി ഇത്തരത്തിൽ വിവരാവകാശ നിയമം ഉപയോഗിച്ചുകൊണ്ട് തന്നെ കസ്റ്റഡി മർദ്ദനങ്ങളുടെ ദൃശ്യങ്ങൾ ശേഖരിക്കാൻ, അത് പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ, അത് വലിയൊരു ജനവികാരമാക്കി വളർത്തിയെടുക്കാൻ കോൺഗ്രസ് ബോധപൂർവം ശ്രമിക്കുന്നുമുണ്ട്. അത് വലിയ രീതിയിലൊരു പ്രതിസന്ധിയിലേക്ക് സർക്കാരിനെ കൊണ്ടുപോകുമെന്ന് ഉറപ്പാണ്. പൊതുവിൽ ഇടതുമുന്നണിക്ക് അനുകൂലമായ രാഷ്ട്രീയ സംസ്ഥാനത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ വിവാദവും ഒക്കെ ഉയർന്നതോടുകൂടി ഉണ്ടാകുന്നുവെന്ന വിലയിരുത്തൽ വരുമ്പോഴാണ് സർക്കാരിനെ, ആഭ്യന്തര വകുപ്പിനെ പ്രതിക്കൂട്ടിലാക്കി, പ്രതിസന്ധിയിലാക്കി ഈ വിവാദം കൂടി പടർന്നു പിടിക്കുന്നത്. അതെങ്ങനെ മറികടക്കാം എന്നൊരു ചർച്ചകൾ നടക്കുന്നത്. ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ളവർ ഈ കസ്റ്റഡി മർദ്ദനങ്ങളെ തള്ളി രംഗത്ത് വന്നിരുന്നു. കസ്റ്റഡി മർദ്ദനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥരെ അത്തരം കിരാതമായ ഇടിയൻ പോലീസ് മുറകൾ പ്രയോഗിക്കുന്ന ഇടിയൻ പോലീസുകാരെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. ഇത്തരം നടപടികളിലൂടെ മുഖം രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് ആഭ്യന്തര വകുപ്പ്. അതേസമയം അത്ര എളുപ്പമല്ലാത്തൊരു കാര്യമായത് മാറുകയും ചെയ്യുന്നു. കാരണം എങ്ങനെയാണ് ഈ പ്രതിസന്ധി ഈ രീതിയിൽ മറികടക്കാനാവുന്നതിനെ സംബന്ധിച്ച് കൃത്യമായൊരു ധാരണ സർക്കാരിനും CPM-നുമില്ല. മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഏത് തരത്തിൽ ഉണ്ടാകുമെന്നാണ് ഇനി അറിയേണ്ടത്. മുഖ്യമന്ത്രിക്ക് മുന്നിൽ ഇത്തരം നിരവധി പരാതികൾ, CPM നേതാക്കളുടെ പരാതികൾ പോലും പോലീസിനെതിരെ ഉണ്ട്. പോലീസുകാർ മോശമായി പെരുമാറുന്നതും ഇത്തരത്തിൽ കസ്റ്റഡിയിലും അല്ലാതെ കസ്റ്റഡി എടുക്കാൻ വരുമ്പോഴുമൊക്കെ വലിയ രീതിയിൽ മർദ്ദിക്കുന്നതും മോശം ഭാഷ ഉപയോഗിക്കുന്നതുമൊക്കെ വലിയ പരാതികൾ CPM-ൽ തന്നെയുണ്ട്. CPM നേതാക്കൾ ഇതിനകം പരാതിയുമായി രംഗത്ത് വന്നു. വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയായി മാറുന്നതിന് മുമ്പ് അതിൽ നിന്ന് പുറത്തെടുക്കാനുള്ള വഴികളാണ് ആഭ്യന്തര വകുപ്പും CPM-ഉം തേടുന്നത്. യെസ്, VV വിനോദിന്റെ റിപ്പോർട്ടിൽ, VV അരുണിന്റെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് പോലെ വി ശിവൻകുട്ടിയാണ് ഇതിൽ പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. ഇത്തരം ഉദ്യോഗസ്ഥർക്കെതിരെ ഉറപ്പായും നടപടി ഉണ്ടാകും എന്നാണ് ശിവൻകുട്ടി പറയുന്നത്. ഗവൺമെന്റിനും സമൂഹത്തിനും ദോഷപ്പേരുണ്ടാക്കുകയും ഈ സെനയിൽ തന്നെ നിലനിർത്തുവാൻ യോഗ്യതയില്ലാത്ത ചില ഓഫീസർമാരുണ്ട്. അവരെല്ലാം കൈകാര്യം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പരാതി ഉണ്ടെങ്കിൽ ഇപ്പോൾ നടപടി സ്വീകരിച്ചല്ലോ, നടപടി പ്രാഥമികമായി സ്വീകരിക്കുന്നു. കൂടുതൽ പരാതികളുണ്ടെങ്കിൽ കർശനമായി നടപടി സ്വീകരിക്കും. കൂടുതൽ പരാതികൾ ഉണ്ട് എങ്കിൽ എന്നല്ല, ഉണ്ട് എന്നതാണ്. പത്തനംതിട്ട അടൂരിൽ റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥനെ പോലീസ് അകാരണമായി മർദ്ദിച്ചു എന്നുള്ളതാണ് അതിൽ ഒരു പരാതി. ദളിത് സംഘടനാ നേതാവും റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥനുമായ ബാബുവാണ് അടൂർ SI ആയിരുന്ന അനൂപ് ചന്ദ്രനെതിരെ പരാതി നൽകിയിട്ടുള്ളത്. സാമ്പത്തിക തർക്കം പരിഹരിക്കാനാണ് ദളിത് സംഘടനാ നേതാവും റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥനുമായ പള്ളിക്കൽ സ്വദേശി ബാബു മെയ് 27-ന് അടൂർ പോലീസ് സ്റ്റേഷനിലെത്തിയത്. പരാതി CIയുടെ മധ്യസ്ഥതയിൽ ഒത്തുതീർപ്പാക്കി. തുടർന്ന് പരാതിയില്ലെന്ന് എഴുതി നൽകാൻ ആവശ്യപ്പെട്ട് CI സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് പോയി. പിന്നാലെ എത്തിയ SI അനൂപ് ചന്ദ്രൻ എന്തിനാണ് വന്നതെന്ന് ചോദിച്ച ശേഷം ഒരു കാരണവുമില്ലാതെ അസഭ്യം പറഞ്ഞ് മർദ്ദിച്ചുവെന്നാണ് ബാബുവിന്റെ പരാതി. ഒരു പ്രതിയെ പോലെ അല്ലെങ്കിൽ ഒരു ക്രിമിനൽ എന്നുള്ള ഒരു രീതിയിൽ കാണുകയും ആ രീതിയിൽ പെരുമാറുകയും കാലിൽ വളരെ നികൃഷ്ടമായി അദ്ദേഹത്തിന്റെ കനത്ത ബൂട്ടിട്ട് എന്റെ കാലിന്റെ പാദത്തിന് മുകളിൽ ചവിട്ടുകയായിരുന്നു ചെയ്തത്. വലത്തെ കാലുകൊണ്ട് വളരെ ശക്തമായിട്ടുള്ള ചവിട്ടുകയാണ്. അങ്ങനെ മുറിവുണ്ടാകുകയും ഹോസ്പിറ്റലിൽ പോയി അത് മുറിവിന് മരുന്ന്, അത് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റുകളും മറ്റു കാര്യങ്ങളും എല്ലാം നമ്മൾ അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അസുഖബാധിതനാണെന്നും ഉപദ്രവിക്കരുതെന്നും ബാബുവിന്റെ ഭാര്യ കരഞ്ഞു പറഞ്ഞെങ്കിലും ഭാര്യയും SI അസഭ്യം പറഞ്ഞുവെന്നും ജാതീയമായി അധിക്ഷേപിച്ചെന്നും പരാതിയിൽ പറയുന്നു. മുഖ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകിയിട്ടും SIക്കെതിരെ ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് ബാബു. ഞാനൊരു റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥനാണെന്ന് പറയുകയും അപ്പോൾ ഒരു സമുദായത്തിന്റെ സെക്രട്ടറി ആണെന്നും താലൂക്കിന്റെ ഒരു ഖജാൻജിയാണെന്നൊക്കെ പറഞ്ഞപ്പോഴും അത് എന്റെ സമുദായത്തെയും എന്നെയും വ്യക്തിപരമായും ഈ ജോലി സംബന്ധമായ ബാങ്കിനെ അടക്കം അധിക്ഷേപിച്ചിട്ടാണ് എന്നെ പോലുള്ള ഒരാളെ ഈ ഇവിടെ ഭൂമിയിൽ പോലും വെച്ചേക്കാൻ പാടില്ല എന്നുള്ള തരത്തിൽ അദ്ദേഹം വന്ന് ഉപദ്രവിക്കുകയായിരുന്നു ചെയ്തത്. സംഭവത്തിന് പിന്നാലെ SIയെ സ്ഥലം മാറ്റിയെന്നും ഒത്തുതീർപ്പ് വേണമെന്നാവശ്യപ്പെട്ട് ഉന്നത ഉദ്യോഗസ്ഥർ സമീപിക്കുന്നുണ്ടെന്നും ബാബു പറയുന്നു. പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ റിപ്പോർട്ട് തേടിയെങ്കിലും ഉന്നത ഉദ്യോഗസ്ഥർ തുടർ നടപടികൾ അട്ടിമറിക്കുകയാണെന്നും ആക്ഷേപമുണ്ട്. സംഭവ ദിവസത്തെ CCTV ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ട് ഡിവൈഎസ്പിക്ക് അപേക്ഷ നൽകിയെങ്കിലും ഇതുവരെയും ലഭ്യമാക്കിയിട്ടില്ല. ന്യൂസ് 18 പത്തനംതിട്ട.
തീരുന്നില്ല. ആലപ്പുഴ ഡിവൈഎസ്പി മധു ബാബുവിനെതിരെ വീണ്ടും മർദ്ദന പരാതിയുണ്ട്. നടപടിയെടുക്കുന്നില്ല പോലീസ് എന്നുള്ള ആക്ഷേപവുമുണ്ട്. 2022 മധു ബാബു തൊടുപുഴ ഡിവൈഎസ്പി ആയിരിക്കെ ഹൃദ്രോഗിയായ വ്യക്തിയെ ആക്രമിച്ചു എന്നാണ് കേസ്. 2022 ഡിസംബറിലാണ് തൊടുപുഴ ഡിവൈഎസ്പി ആയിരുന്ന മധു ബാബു മലങ്കര സ്വദേശിയായ മുരളീധരനെ മർദ്ദിച്ചത്. തൊടുപുഴ SNDP യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയിലെ വനിതാ നേതാവിനെതിരെ സമൂഹമാധ്യമത്തിൽ മോശമായ രീതിയിൽ പ്രചരണം നടത്തിയതിനെതിരെ നേതാക്കൾ മുരളീധരനെതിരെ പരാതി നൽകിയിരുന്നു. ഈ കേസിലാണ് മുരളീധരനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയത്. കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടെ തൊടുപുഴ ഡിവൈഎസ്പി വയർലെസ് സെറ്റ് എടുത്തെറിയുകയും മുഖത്തടിക്കുകയും ബൂട്ടിന് നെഞ്ചിൽ ചവിട്ടുകയും ചെയ്തതെന്നാണ് പരാതി. അദ്ദേഹം വളരെ സുഖിതനായിട്ട് ചാടി എണീറ്റ് അദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന വയർലെസ് എൻ്റെ നെഞ്ചത്തേക്ക് വലിച്ചെറിയുകയും അത് കഴിഞ്ഞ് ഞാൻ ആ കസേര സഹിതം വീണു കഴിഞ്ഞപ്പോൾ പോലീസുകാരോട് അദ്ദേഹം പറഞ്ഞു പിടിച്ചേൽപ്പിക്കാൻ അവനെന്നും പറഞ്ഞ് പിടിച്ചേൽപ്പിച്ച് വന്ന വഴി ഇദ്ദേഹം വീണ്ടും ഏറ്റുവന്ന് എൻ്റെ നെഞ്ചത്ത് ഷൂ ഇട്ട് ചവിട്ടുകയാണ് ഉണ്ടായത്. അതിലും ഞാൻ മറിഞ്ഞു വീണു. മുരളീധരനെ തെറി പറയുന്ന മധുബാബുവിന്റെ ഓഡിയോയും പുറത്തു വന്നു. മർദ്ദനത്തെ തുടർന്ന് മുരളീധരൻ ആശുപത്രിയിലെത്തിയെങ്കിലും മധുബാബു ഇടപെട്ട് ചികിത്സ തുടരാൻ അനുവദിച്ചില്ലെന്നും ആരോപണമുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിലെത്തിയാണ് മുരളീധരൻ തുടർ ചികിത്സ ഉറപ്പാക്കിയത്. മധുബാബുവിനെതിരെ സംസ്ഥാന പോലീസ് മേധാവിക്കും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകിയിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടായില്ല. തുടർന്ന് മുരളീധരൻ കോടതിയെ സമീപിക്കുകയായിരുന്നു. ഡിവൈഎഫ്ഐ നേതാവിനെ മർദ്ദിച്ചുവെന്നതടക്കം നിരവധി ആരോപണങ്ങൾ മധുബാബു നേരിടുന്നുണ്ട്. ന്യൂസ് 18 ഇടുക്കി. പോലീസ് മർദ്ദനത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ കാഴ്ച ഭാഗികമായി നഷ്ടപ്പെട്ടിട്ടും നടപടിയില്ല. പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്ന് നിർദ്ദേശിച്ചിട്ടും ഫലമുണ്ടായിട്ടില്ല എന്നാണ് ആക്ഷേപം. യൂത്ത് കോൺഗ്രസ് തൊടുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിലാൽ സമദിനാണ് മർദ്ദനമേറ്റത്. 2022 ജൂൺ 14 തൊടുപുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ ലാത്തി ചാർജ് നടക്കുന്നത്. ഇടുക്കി DCC പ്രസിഡന്റിനെ CPM പ്രവർത്തകർ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിൽ തൊടുപുഴയിൽ മാർച്ച് നടന്നത്. മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പോലീസ് ലാത്തി ചാർജ് നടത്തി. ലാത്തി ചാർജിനിടയിലാണ് ബിലാൽ സമദിന് പരിക്കേറ്റത്. ബിലാലിന്റെ കണ്ണിനും തലയ്ക്കും പോലീസിന്റെ ലാത്തി കൊണ്ടുള്ള അടിയേറ്റു. 3 മാസത്തോളം ബിലാൽ ആശുപത്രിയിൽ ചികിത്സയിലായി. കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ വരെ എത്തി കാര്യങ്ങൾ. പിന്നീട് നാളുകൾ നീണ്ട ചികിത്സയ്ക്കൊടുവിലാണ് കാഴ്ച തിരിച്ചു കിട്ടിയത്. അന്നത്തെ പോലീസിന്റെ അടിയിൽ ബിലാലിന്റെ ഒരു കണ്ണിന്റെ 70% കാഴ്ചയാണ് നഷ്ടപ്പെട്ടത്. അന്നത്തെ അടിക്ക് ഇടത് കണ്ണിനാണ് പരിക്ക് പറ്റിയത്. ഏകദേശം കൺപോളയിൽ 28ഓളം സ്റ്റിച്ച് ഉണ്ടായിരുന്നു. ഇടത് കണ്ണിന്റെ ലെൻസ് പൂർണ്ണമായിട്ടും തകർന്ന് അത് നമ്മൾ മാറ്റിവെച്ചു. ഇപ്പോഴും അതിൻ്റെ ചികിത്സ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറ്റക്കാരനായിട്ടുള്ള അജിൻ DD എന്ന് പറയുന്ന പോലീസുകാരനെതിരെ കർശന നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് കംപ്ലയിൻറ്റ്സ് അതോറിറ്റിയുടെ ഓർഡർ ഈ കഴിഞ്ഞ മാർച്ച് മാസം 20-ാം തീയതി ഇറങ്ങിയതാണ്. അപ്പോൾ 5 മാസത്തോളം കഴിഞ്ഞു. പക്ഷെ ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. തന്നെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടാൻ ഇടയാക്കിയ പോലീസുകാരനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബിലാൽ കേരള പോലീസിനും പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകി. എന്നാൽ പോലീസ് പരാതി പരിഗണിച്ചില്ല. തുടർന്ന് ബിലാൽ സ്വകാര്യ അന്യായം ഫയൽ ചെയ്തു. ഇതിനിടെ പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി പോലീസുകാരനെതിരെ നടപടി വേണമെന്ന് നിർദ്ദേശിച്ചു. പോലീസുകാരന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടെന്നും നിരീക്ഷിച്ചു. മാർച്ച് മാസത്തെ ഉത്തരവിൽ കർശന നടപടി പോലീസുകാരനെതിരെ വേണമെന്നായിരുന്നു നിർദ്ദേശം. എന്നാൽ നിർദ്ദേശം വന്ന് 4 മാസം പിന്നിട്ടിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ലാത്തിയിൽ കമ്പി കെട്ടി മർദ്ദിച്ചു എന്നതായിരുന്നു ബിലാലിന്റെ ആരോപണം. 6 സ്റ്റിച്ചായിരുന്നു തലയിലുണ്ടായിരുന്നത്. മർദ്ദനത്തിൽ ബിലാലിന്റെ കണ്ണിന്റെ ലെൻസ് മാറിവെച്ചെങ്കിലും ചികിത്സ ഇപ്പോഴും തുടരുന്നുണ്ട്. ന്യൂസ് 18 ഇടുക്കി. തൊടുപുഴയിലെ 2 പരാതികളിലും നടപടിയില്ല എങ്കിലും പീച്ചിയിലെ പോലീസ് മർദ്ദനത്തിൽ നടപടിക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് വിവരം. ഹോട്ടൽ ഉടമയെയും മകനെയും മർദ്ദിച്ച SI PV രതീഷ് ഉൾപ്പെടെയുള്ളവർക്ക് എതിരെയാണ് നടപടിക്ക് സാധ്യത. പീച്ചി പോലീസ് സ്റ്റേഷനിലുണ്ടായ സംഭവത്തിൽ
നടപടികളിലേക്ക് നീങ്ങുന്നു എന്നതിന്റെ സൂചനയാണ് ലഭിക്കുന്നത്. പ്രത്യേകിച്ച് അന്ന് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന ഈ കാര്യങ്ങൾക്ക് പരാതിക്കാരനെ അടക്കം ചോദ്യം ചെയ്യും, അവരെ ലോക്കപ്പിലേക്ക് അടക്കുകയും എല്ലാം തന്നെ ചെയ്ത SI ആയിരുന്ന PM രതീഷിനെ ഉൾപ്പെടെ നടപടികളിലേക്ക് നീങ്ങുന്നു എന്നതിന്റെ ഒരു സൂചനകളാണ് ലഭിക്കുന്നത്. ഇതിന്റെ പ്രകാരം നേരത്തെ സ്വീകരിച്ച അച്ചടക്ക നടപടികൾ എന്തായിരുന്നോ അത് വിശദമാക്കാനടക്കം ഒരു കാര്യങ്ങൾ വകുപ്പിനകത്തു നിന്ന് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു പരാതി ഉയർന്നിട്ടും ഇയാൾക്ക് പ്രമോഷൻ അടക്കം അദ്ദേഹത്തിന് സ്ഥാനക്കയറ്റം അടക്കം ലഭിക്കാനിടയായ ഒരു സാഹചര്യമുണ്ട്. അദ്ദേഹത്തിന് ഈ പരാതി നിലനിൽക്കെ തന്നെ 1 മാസത്തിനുള്ളിൽ തന്നെ സ്ഥാനക്കയറ്റം ലഭിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു. അപ്പോൾ ഇത്തരം പരാതികൾ നിലനിൽക്കെ തന്നെ സ്ഥാനക്കയറ്റം ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ ഈ പരാതികളിൽ ഒരു തുടരന്വേഷണം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നില്ല. ആകെ നടന്നത് കൈക്കൂലി വാങ്ങി എന്ന് പറയുന്നവർക്ക്, ഉദ്യോഗസ്ഥർക്ക് വാങ്ങി നൽകി എന്ന് പറയുന്ന ഒരാൾക്കെതിരെ അന്വേഷണം നടത്തുകയും പണം കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന റിപ്പോർട്ട് നൽകുകയും പിന്നീട് അയാൾക്ക് ജാമ്യം ലഭിക്കുകയുമാണ് ചെയ്തത്. പക്ഷെ അപ്പോൾ പോലും പോലീസ് ഉദ്യോഗസ്ഥരിലേക്ക് ഒരു അന്വേഷണം ഉണ്ടായിരുന്നില്ല. കമ്മീഷണറായിരുന്ന അദ്ദേഹത്തിന് തന്നെയാണ് അഞ്ജിത് അശോകനാണ് പരാതി നേരിട്ട് നൽകുകയും ചെയ്തത്. പക്ഷേ നടപടികൾ ഉണ്ടാകാത്തൊരു സാഹചര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് സംഭവിച്ചപ്പോൾ അതെല്ലാം എങ്ങനെയാണ് ഉണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ആഭ്യന്തര വകുപ്പിൽ തന്നെ ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളിലേക്ക് അടക്കം നീങ്ങുമെന്ന സൂചനയാണ് ഉള്ളത്. അതിനൊരു പ്രത്യേക കാരണമെന്ന് പറയുന്നത് ഈ കേസ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം കോടതി മേൽനോട്ടത്തിൽ, മജിസ്ട്രേറ്റ് കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇതിന്റെ ഒരു വിശദമായ റിപ്പോർട്ട് കോടതിക്ക് അടക്കം നൽകേണ്ടതുണ്ട്. ഇതിന്റെ CCTV ദൃശ്യങ്ങളടക്കം ശക്തമായ തെളിവായി പുറത്തു വന്നൊരു സാഹചര്യത്തിൽ കൂടി നടപടികളിലേക്ക് നീങ്ങാൻ ആഭ്യന്തര വകുപ്പും നിർബന്ധിതമാണ്. കാരണം അല്ലായെങ്കിൽ കോടതിയിൽ നിന്ന് ഏതെങ്കിലും രീതിയിൽ ഇതൊരു പ്രതികൂലമായ രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ അത് വകുപ്പിനെയും ഒപ്പം തന്നെ സർക്കാരിനെയും തന്നെ പ്രതിച്ഛായ വളരെ പ്രതികൂലമായിട്ട് തന്നെ ബാധിക്കും. ആ ഒരു ബോധത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് നടപടികളിലേക്ക് നീങ്ങുക, പ്രാഥമികമായിട്ട് തന്നെ നീങ്ങാനായിട്ടുള്ള നിർദ്ദേശത്തിലേക്ക് വരുന്നത്. നിലവിൽ ഇപ്പോൾ കടവന്ത്ര സ്റ്റേഷനിൽ, എറണാകുളം കടവന്ത്ര സ്റ്റേഷനിലെ CI ആയിട്ടാണ് ഈ ഉദ്യോഗസ്ഥനുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അവധിയായിരുന്നു. ആ അവധിയുടെ ഒരു തുടർച്ചയിലേക്ക് വീണ്ടും കടന്നിട്ടുണ്ട്. അതൊരു അച്ചടക്ക നടപടിയുടെ ഒരു സൂചനയാണോ എന്ന് പോലും സംശയം നിലനിൽക്കുന്നുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ കാര്യങ്ങളിലേക്ക് വരികയും ചെയ്യും. കുന്നംകുളം സംഭവത്തിന് പിന്നാലെ പീച്ചിയും പോലീസിന് നാണക്കേടുണ്ടാക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് ഒരു പൊതുവിലയിരുത്തൽ ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ നിയമ പോരാട്ടത്തിന്റെ ഭാഗമായാണ് ഇത്തരം വാർത്തകൾ ഇങ്ങനെ പുറത്തു വരുന്നത്. എങ്കിൽ ആ യൂത്ത് കോൺഗ്രസ് നേതാവിനെ മർദ്ദിച്ച പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് SP ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. 3 തവണ സമരക്കാർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തുടർന്നും പിരിഞ്ഞു പോകാതെ നിന്ന പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കുകയായിരുന്നു. സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടും വരെ സമരം തുടരുമെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി ജിംഷാദ് ജിന്നാസ് പറഞ്ഞു. CPM നേതാക്കൾക്ക് പ്രത്യേകിച്ച് ഇതിൽ പ്രതിരോധമൊന്നും തീർക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ചില വിചിത്രമായ പ്രതികരണങ്ങളുണ്ട്. അത് ഉരുട്ടിക്കൊന്നവരെ സംരക്ഷിച്ചതാണ് കോൺഗ്രസിന്റെ പഴയ കാലമെന്നാണ് CPM നേതാവ് MV ജയരാജൻ പറയുന്നത്. 3ാം മുറ നടത്തിയ പോലീസുകാരെ പോലും സംരക്ഷിച്ചിട്ടുണ്ട്. കുറ്റക്കാരായ ഒരു പോലീസുകാരെയും ഈ സർക്കാർ സംരക്ഷിക്കില്ല എന്നുകൂടിയാണ് MV ജയരാജൻ പറയുന്നത്. ഉരുട്ടിക്കൊന്നയാളെ സംരക്ഷിച്ചതാണ് കോൺഗ്രസിന്റെ പഴയ ഭരണം. അത് കോൺഗ്രസിന്റെ ചരിത്രമാണ്. ഇത് ഗതകാല ഇടതുപക്ഷ ചരിത്രമാണ്. ഗതകാലത്ത് ഇടതുപക്ഷം പോലീസ് തെറ്റ് ചെയ്താൽ സംരക്ഷിക്കില്ല. ആസനത്തിൽ ആല് കിളിർത്താൽ നമ്മളെല്ലാം തന്നെ ഡോക്ടറെ കാണിച്ച് അതെന്താ കാരണം ഒരു സർജറിയിലൂടെ മാറ്റും. എന്നാൽ നമ്മുടെ നാട്ടിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ആയുധം വെച്ചിട്ടാണല്ലോ ആസനത്തിൽ ആല് കയറ്റുന്നവരെ കയറ്റിയത്. ഞാൻ എൻ്റെ സംസ്കാരം കൊണ്ടാണ് മറ്റു വാക്ക് പറയാതെ. ആ പോലീസുകാരനെ ആ ഭരണം സംരക്ഷിച്ചല്ലോ. ഇടതുപക്ഷം വന്നു, നടപടിയെടുത്തു. അതാണ് ഇടതുപക്ഷം. അതേ പരാതികളെക്കുറിച്ച് പരിശോധന നടത്തി കുറ്റക്കാരുടെ പേരിൽ കർശനമായ നടപടിയെടുക്കണം. അത് സർക്കാർ തന്നെ നയമായി പ്രഖ്യാപിച്ചതാണ്. DGPയും ആ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ ഇത്തരത്തിൽ സർക്കാരിൻ്റെ പൊതുനയത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് നിലപാട് സ്വീകരിച്ച പോലീസുകാരുടെ മേൽ കർശനമായ നടപടിയാണ് ഉണ്ടായിട്ടുള്ളത്. 114 പോലീസുകാരെ പോലീസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി സർവീസിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ധർമ്മസ്ഥലയിൽ വീണ്ടും ട്വിസ്റ്റ്. ബംഗ്ലേഗുഡയിൽ SIT നടത്തിയ പരിശോധനയിൽ കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചു.
കൊല്ലപ്പെട്ട സൗജന്യയുടെ ബന്ധു വിട്ടൽ ഗൌഡ ചൂണ്ടിക്കാട്ടിയ സ്ഥലത്ത് കുഴിച്ചു പരിശോധിച്ചപ്പോൾ ആണ് ഒന്നിലധികം മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചത്. പ്രദേശത്ത് വിശദമായ പരിശോധന നടത്തിയേക്കും. ഇതിനിടയിൽ ധർമ്മസ്ഥല കേസിൽ യൂട്യൂബറും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹിയുമായ മനാഫ് SITക്ക് മുന്നിൽ ഹാജരാകുകയും ചെയ്തു. ധർമ്മസ്ഥലയിൽ SIT അന്വേഷണം ആരംഭിച്ച് 52-ാം ദിവസമാണ് വീണ്ടും ഒരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. അതായത് ബംഗളഗുഡയിൽ SIT നടത്തിയ പരിശോധനയിലാണ് ഒന്നിലധികം മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചത്. ഏതായാലും ഈ സ്ഥലം കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധന നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ പ്രദേശം ഇപ്പോൾ പൂർണ്ണമായും പോലീസിന്റെ സുരക്ഷാ വലയത്തിലാണ്. കഴിഞ്ഞ ദിവസം ഈ ശുചീകരണ തൊഴിലാളി ഇത്തരത്തിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള ചിന്നയ്യ കൊണ്ടുവന്ന തലയോട്ടി ബംഗളഗുഡയിൽ നിന്നും ഇത്തരത്തിൽ കൊണ്ടുവന്നെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ മഹാസർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായി എത്തിയപ്പോൾ ഈ കൊല്ലപ്പെട്ട സൗജന്യയുടെ അമ്മാവൻ ചൂണ്ടിക്കാട്ടിയ സ്ഥലം വിട്ടൽ ഗൌഡ എന്ന് പറയുന്ന അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ സ്ഥലത്ത് നിന്നാണ് കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചത്. എന്നാലും ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന മൃതദേഹാവശിഷ്ടങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. നേരത്തെ 11A എന്ന് പറയുന്ന സ്ഥലവും ഈ ബംഗളഗുഡയിൽ തന്നെയായിരുന്നു. ഇവിടെ നിന്ന് തന്നെയാണ് വീണ്ടും മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചത് എന്നത് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം വലിയ വഴിത്തിരിവായിട്ടുണ്ട്. ഇവിടെ കൂടുതൽ പരിശോധന നടത്താൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇവിടെ കൂടുതൽ മൃതദേഹങ്ങൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പ്രദേശം കുഴിച്ച് പരിശോധന ചെയ്യാനുള്ള ഒരു നീക്കത്തിലാണ് ഇപ്പോൾ SIT ഉള്ളത്. ഇതിനിടയിലാണ് യൂട്യൂബറും ഒപ്പം ഈ ആക്ഷൻ കമ്മിറ്റി പ്രവർത്തകരുമായ മനാഫിനെ ഈ ചോദ്യം ചെയ്യൽ ഏതായാലും തുടരുന്നത്. SITയുടെ ബൽത്തങ്ങാട് ഓഫീസിലാണ് മനാഫിനെ ചോദ്യം ചെയ്യുന്നത്. ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി ആരംഭിച്ച ചോദ്യം ചെയ്യൽ മണിക്കൂറുകളോളം നീണ്ടിട്ടുണ്ട്. ഏതായാലും നാളെയും ഒരുപക്ഷെ ചോദ്യം ചെയ്യൽ തുടർന്നേക്കാം. അതോടൊപ്പം തന്നെ യൂട്യൂബറായ അഭിഷേകിനെയും SIT ചോദ്യം ചെയ്യുന്നുണ്ട്. നേരത്തെ മഹേഷ് ഷെട്ടി തിമിരോടി അതുപോലെ തന്നെ T ജയന്ത് ഉൾപ്പെടെ ഗിരീഷ് ഉൾപ്പെടെയുള്ളവരുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായിട്ടുണ്ട്. ഇനി ഏറ്റവും ഒടുവിലായി മനാഫിനെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. മനാഫിൽ നിന്നും ഈ കേസിന് സഹായകരമായ തെളിവുകൾ അത് ഹാജരാക്കാൻ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. വെള്ളിയാഴ്ചയായിരുന്നു മനാഫിനോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ തിരുവോണവും അതുപോലെ തന്നെ നബിദിന ആഘോഷവും ആയതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച മാത്രമേ എത്താൻ കഴിയൂ എന്ന് മനാഫ് അറിയിക്കുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഇന്ന് രാവിലെ 11 മണിയോടുകൂടി മനാഫ് ഇത്തരത്തിൽ ഈ SITയുടെ ഓഫീസിലെത്തിയത്. 1 മണിക്കാണ് മനാഫിനെ ചോദ്യം ചെയ്യൽ തുടങ്ങിയത്. ചോദ്യം ചെയ്യൽ ഏറെ നീണ്ടു നിൽക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാളെയും ഒരു പക്ഷേ ചോദ്യം ചെയ്യൽ ഉണ്ടായേക്കാം. എന്തായാലും SITയുടെ 2ാം ഘട്ടം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴാണ് ഇത്തരത്തിൽ നിർണായകമായ ഒരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും നേരത്തെ ലഭിച്ച മൃതദേഹാവശിഷ്ടങ്ങളുടെ ഫോറൻസിക് പരിശോധന ഫലം ഇനിയും ലഭിച്ചിട്ടില്ല. മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ട് SIT ഏതെങ്കിലും വിവരങ്ങൾ ഇതുവരെ ഔദ്യോഗികമായി പുറത്തു വിട്ടിട്ടുമില്ല. ഏതായാലും ഇവിടെ നിന്നും മൃതദേഹം ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സ്ഥിരീകരണമുണ്ട്. അത് എത്ര മൃതദേഹങ്ങളുണ്ട് എന്ന കാര്യത്തിൽ SITയുടെ ഭാഗത്തു നിന്നും കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. ഈ പ്രദേശം മുഴുവൻ പോലീസ് സുരക്ഷയിലാണ് ഇപ്പോൾ ഉള്ളത്. ഒരു പക്ഷേ നാളെ ഈ പ്രദേശത്ത് വീണ്ടും പരിശോധന നടത്താനുള്ള ഒരു തീരുമാനത്തിലാണ് SIT ഉള്ളത്. ധർമ്മസ്ഥലയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിശദാംശങ്ങൾ ആണ് KV ബൈജു പങ്കുവച്ചത്. അതേസമയം മാടായിപ്പാറയിൽ പലസ്തീൻ അനുകൂല പരിപാടി നടത്തിയതിനെതിരെ പ്രതിഷേധിച്ച 40 BJP പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. പഴയങ്ങാടി പോലീസാണ് കേസെടുത്തിട്ടുള്ളത്. ലഹള ഉണ്ടാക്കണം എന്ന ഉദ്ദേശത്തോടെ പ്രകടനം നടത്തിയെന്നാണ് FIRൽ പറയുന്നത്. BJP കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് K വിനോദ് കുമാർ ഉൾപ്പെടെ കേസിൽ പ്രതിയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥിനി സംഘടന തിരുവോണ നാളിൽ ദേവസ്വം ഭൂമിയിൽ നടത്തിയ പലസ്തീൻ അനുകൂല സംഗമം വിവാദമായിരുന്നു. പ്രകടനത്തിന് എതിരെ ആയിരുന്നു ഇന്നലെ ഈ BJPയുടെ പ്രതിഷേധം. കൊല്ലം മുതുപിലാക്കാട് അത്തപ്പൂക്കള വിവാദത്തിൽ BJPയുടെ പ്രതിഷേധം. ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷന് മുന്നിലേക്കാണ് BJP മാർച്ച് നടത്തിയത്. തിരുവോണ നാളിൽ പാർത്ഥസാരഥി ക്ഷേത്ര പരിസരത്ത് RSS ചിഹ്നങ്ങൾ ഉൾപ്പെടുത്തി അത്തപ്പൂക്കളം ഇട്ടതിനും അതിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയതിനും ആണ് RSS BJP പ്രവർത്തകർക്കും അനുഭാവികൾക്കുമെതിരെ പോലീസ് കേസെടുത്തത്. ഇതിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച്. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി പ്രതിഷേധ സൂചകമായി റോഡിൽ ഓപ്പറേഷൻ സിന്ദൂർ അത്തപ്പൂക്കളം ഇടുകയും ചെയ്തു. ശബരിമല മാസ്റ്റർ പ്ലാനിനു വേണ്ടിയാണ് നിക്ഷേപ സംഘം സംഘടിപ്പിക്കുന്നത് എന്ന് ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ ലക്ഷ്യമിടുന്നത് ഇതാണ് എന്നുമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പറയുന്നത്. ഭക്തരായ സ്പോൺസർമാരിൽ നിന്ന് പണം കണ്ടെത്തി വികസന പ്രവർത്തനങ്ങൾ നടത്തും. അയ്യപ്പ സംഗമത്തിന് 3000 പ്രതിനിധികളെ പ്രതീക്ഷിക്കുന്നതായും സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു.
ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിൽ നിന്നും സർക്കാരിനെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെയും തടയണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കവേ ആണ് സർക്കാർ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ഹർജിക്കാരൻ അനാവശ്യമായി രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണ് എന്നും സർക്കാർ ചൂണ്ടിക്കാട്ടി. മതേതര സർക്കാർ അയ്യപ്പ സംഗമം നടത്താൻ പാടില്ല എന്നാണ് ഹർജിക്കാരന്റെ വാദം. ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിനോടും ദേവസ്വം ബോർഡിനോടും വിശദീകരണം തേടിയിട്ടുണ്ട്. മറ്റന്നാൾ മറുപടി നൽകാം എന്നാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം. ഇതിനിടെ ദേവസ്വം ബോർഡിന് എതിരെ അഖില ഭാരത അയ്യപ്പ സേവാ സംഘം രംഗത്തെത്തിയിട്ടുണ്ട്. ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് അയ്യപ്പ സേവാ സംഘത്തെ ഇതുവരെ ക്ഷണിച്ചിട്ടില്ല എന്നുള്ളതാണ് പരാതി. സംഘടനയിൽ അഭിപ്രായ വ്യത്യാസം ഉള്ളതുകൊണ്ടാണോ ക്ഷണിക്കാത്തത് എന്ന് ദേവസ്വം ബോർഡ് പറയണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. ആഗോള സംഗമത്തിൽ ഇതുവരെയായി അഖില ഭാരത അയ്യപ്പ സേവാ സംഘത്തിന് ക്ഷണിക്കുകയോ ഒരു കത്ത് തരികയോ ചെയ്തിട്ടില്ല. അതിന് ദേവസ്വം ബോർഡ് പറയുന്നത് ഒരു വിഷയം നിങ്ങളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അഭിപ്രായ വ്യത്യാസമുണ്ടോക്കെ ഏത് സംഘടനയിലാണ് അഭിപ്രായ വ്യത്യാസമില്ലാത്തത്? രണ്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ, രണ്ട് സംഘടന ഉണ്ടെങ്കിൽ ആ രണ്ടുപേർക്ക് കത്ത് കൊടുക്കുന്നത് എന്താ? 3000 പേരെ വിളിക്കുന്ന ആ സ്ഥലത്ത് 2 പേർക്ക് കത്ത് കൊടുത്താൽ എന്താ കുഴപ്പം? ഇനി ഇന്നത്തെ പഞ്ച് ഡയലോഗിലേക്കാണ്. അത് മറ്റാരുടെയുമല്ല, മന്ത്രി വി ശിവൻകുട്ടിയുടേതാണ്. ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് വി ശിവൻകുട്ടി നേരത്തെയും ചില പ്രതികരണങ്ങളൊക്കെ നടത്തിയിരുന്നു. പ്രത്യേകിച്ച് MK സ്റ്റാലിനെ പോലെയുള്ളവർ കേരളത്തിലേക്ക് വന്നാൽ അവരെ തടയുമെന്ന BJPയുടെ മോഹം, അതൊക്കെ വ്യാമോഹം എന്നുള്ളതായിരുന്നു ശിവൻകുട്ടിയുടെ പ്രതികരണം. ഇപ്പോഴിതാ ആഗോള അയ്യപ്പ സംഗമത്തിൽ സുരേഷ് ഗോപി പങ്കെടുത്തില്ല എങ്കിൽ ഒന്നും സംഭവിക്കില്ല എന്നാണ് മന്ത്രി വി ശിവൻകുട്ടി പറയുന്നത്. യഥാർത്ഥ ഭക്തർ പങ്കെടുക്കും, വ്യാജമായി അഭിനയിച്ച് നടക്കുന്നവർ പങ്കെടുക്കില്ല എന്നും മന്ത്രി പറയുന്നു. യഥാർത്ഥ അയ്യപ്പ ഭക്തന്മാരെല്ലാം പങ്കെടുക്കും. സുരേഷ് ഗോപി പങ്കെടുത്തില്ലെന്ന് വിചാരിച്ചിട്ട് അയ്യപ്പ സംഗമത്തിന് ഒന്നും സംഭവിക്കാനില്ല. അതാണ് ഞാൻ പറയാം, യഥാർത്ഥ ഭക്തന്മാർ പങ്കെടുക്കും. വ്യാജമായിട്ട് ഭക്തനാണെന്ന് അഭിനയിച്ചുകൊണ്ട് നടക്കുന്നവർ പങ്കെടുക്കില്ല. അതേസമയം ഹിന്ദു ഐക്യവേദിക്ക് ഹിന്ദുക്കളുടെ കുത്തക അവകാശം ഇല്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. CPIഎമ്മിനായി സംഘപരിവാർ സംഘടനകളെ വെല്ലുവിളിച്ചുള്ള വെള്ളാപ്പള്ളിയുടെ നീക്കം ഏറെ ശ്രദ്ധേയമാണ്. BJPയെയും സംഘപരിവാറിനെയും തള്ളിപ്പറഞ്ഞുള്ള നിലപാട് സമീപകാലത്ത് വെള്ളാപ്പള്ളിയിൽ നിന്ന് ആദ്യമായാണ് ഉണ്ടാകുന്നത്. ഹിന്ദു ഐക്യവേദി SNDP NSSനേക്ക് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത് സർക്കാർ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ എടുക്കുകയാണ്, അതൊക്കെ ഞങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും എന്നാണ് അവർ പറയുന്നത്. ഹിന്ദു ഐക്യവേദിയൊക്കെ പറയട്ടെ, അപ്പോൾ അവരെ എനിക്കറിയാവുന്ന ഭാഷ ഞാൻ പറഞ്ഞ് ബോധ്യപ്പെടുത്താം. ഞങ്ങളാരും ഹിന്ദു അല്ലെന്നാണ് അവർ പറഞ്ഞത്. ഹിന്ദു ഐക്യവേദി എന്ന് പറഞ്ഞാൽ അവരെല്ലാം ഹിന്ദുക്കളുടെ എല്ലാത്തിൻ്റെ കുത്തകാവകാശം ഒന്നും അവർക്ക് അറിവില്ല. ആദ്യം എതിർപ്പ് പറഞ്ഞ BJPയിലെ പലർക്കും അതേ ശക്തി ഇപ്പോൾ ഇല്ല. ഇപ്പം പാരലായിട്ട് യോഗം കൂടുമെന്ന് പറഞ്ഞതല്ലാതെ അതിൻ്റെതായ ശക്തമായൊരു നീക്കം കാണുന്നില്ല. പക്ഷേ ഇതിനെ കൂടുന്നത് ഞങ്ങൾ എതിർക്കുന്നില്ല എന്ന് കുമ്മനം പറയണമെന്ന് ഞാൻ കേട്ടു. അതുകൊണ്ട് BJPയുടെ ഭാഗത്തു നിന്ന് ആദ്യം കണ്ട എതിർപ്പ് ശക്തമായിട്ട് തുടർന്നുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ജനം ഒഴുകി ഈ സംഗമത്തോടുകൂടി ചേർന്ന് കഴിഞ്ഞു. സമീപകാലത്തായി CPM അനുകൂല നിലപാട് വെള്ളാപ്പള്ളി നടേശൻ സ്വീകരിക്കാറുണ്ട്. അപ്പുറത്ത് കോൺഗ്രസിനെ ആയിരുന്നു രൂക്ഷമായി ആ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നത്. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരായ പരാമർശങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നുണ്ടായിരുന്നു. ലീഗിനെതിരെയും കടുത്ത പരാമർശങ്ങൾ നടത്തുന്നു. അങ്ങനെ ഒരു CPM അനുകൂല നിലപാട് വെള്ളാപ്പള്ളി നടേശൻ സ്വീകരിച്ചു വരികയായിരുന്നു. പക്ഷേ BJPക്കെതിരെ കാര്യമായ വിമർശനം ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത് BJPയെ വിമർശിക്കുന്നു എന്ന് മാത്രമല്ല, ഹിന്ദു ഐക്യവേദിയെ കുറച്ചുകൂടി തീവ്രമായി പ്രവർത്തിക്കുന്ന സംഘപരിവാറിനെ തന്നെ അതിനെതിരെ തന്നെ രംഗത്ത് വരുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. ഹിന്ദുക്കളുടെ കുത്തകാവകാശം ഹിന്ദു ഐക്യവേദിക്കില്ല എന്ന നിലപാടാണ് അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇതിനോട് ഒരു മിതമായ സമീപനത്തിൽ പ്രതികരിച്ച് മുന്നോട്ട് പോകാൻ മാത്രമേ ഇപ്പോൾ ഹിന്ദു ഐക്യവേദിക്ക് കഴിയുന്നുള്ളൂ എന്നുള്ളതാണ് എടുത്ത് കാണേണ്ടത്. നേരിട്ട് തുറന്ന് തിരിച്ചടിക്കുന്ന ഒരു രീതിയിലേക്ക് ഹിന്ദു ഐക്യവേദിക്കും കാണാൻ കഴിയില്ല. എന്തായാലും അയ്യപ്പ ഭക്ത സംഗമം അത്ഭുതമായി മാറും, അതിനോട് പുറംതിരിഞ്ഞ് നിൽക്കുന്നവരൊക്കെ പരിഹാസ്യരായി മാറും എന്ന കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നു വെള്ളാപ്പള്ളി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. എന്തായാലും ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനൊരു പ്രതികരണം നടത്തുന്നതിൽ രാഷ്ട്രീയമുണ്ട് എന്ന് തീർത്തും നമുക്ക് കാണാൻ കഴിയും. അത് CPM അനുകൂല രാഷ്ട്രീയമാണ്. അതിലൊന്നുകൂടി വ്യക്തത വരുന്നു, അത് കോൺഗ്രസിനെതിരെ മാത്രമല്ല BJPക്കെതിരെ കൂടി സംഘപരിവാറിനെ ആകെ തന്നെ വിമർശിച്ചുകൊണ്ടാണ് വെള്ളാപ്പള്ളി തന്റെ രാഷ്ട്രീയം വ്യക്തമാക്കുന്നത് എന്നതാണ് ഈ പ്രസ്താവനയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. SNDP യോഗം ജനറൽ സെക്രട്ടറി അങ്ങനെ സംഘപരിവാർ സംഘടനകളെയാണ് വിമർശിക്കുന്നത് എങ്കിൽ
മുഴുവൻ രാഷ്ട്രീയ നേതാക്കളെയും അധിക്ഷേപിക്കുകയാണ് സമസ്ത നേതാവ്. ഈ അധിക്ഷേപ പരാമർശം നടത്തുന്നത് സമസ്ത നേതാവ് മുഷാവറ അംഗവുമായിട്ടുള്ള ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വിയാണ്. പല മന്ത്രിമാർക്കും എംപിമാർക്കും MLA-മാർക്കും ഭാര്യയ്ക്ക് പുറമെ ഇൻചാർജ് ഭാര്യമാർ ഉണ്ട് എന്നാണ് നദ്വിയുടെ വിമർശനം. ഇങ്ങനെ ഇല്ലാത്തവർ കൈയുയർത്താൻ പറഞ്ഞാൽ ആരും ഉണ്ടാകില്ല എന്നുകൂടി അധിക്ഷേപിക്കുന്നുണ്ട് അദ്ദേഹം. നമ്മുടെ നാട്ടിൽ കുറേ മാന്യന്മാരുണ്ട്, അവർ ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ MP-മാരുണ്ട്, MLA-മാരുണ്ട്, മന്ത്രിമാരുണ്ട്, കേന്ദ്രമന്ത്രി, അവർക്കൊക്കെ ഒരു ഭാര്യ ഉണ്ടാവും. പിന്നെ ഇൻചാർജ് ഭാര്യമാർ വേറെ ഉണ്ടാവും. വൈഫ് ഇൻചാർജ്, അങ്ങനെ പേരങ്ങനെ പറയില്ല എന്ന് മാത്രം. എത്ര ആളുണ്ടായിരുന്നു അത് ഇല്ലാത്തവരാരെന്ന് കയ്യൊന്തിക്കാൻ പറഞ്ഞാൽ സമൂഹത്തിൽ എത്ര ആൾ കയ്യൊന്തിക്കും? നഗരം കീഴടക്കി പുലികൾ. ശക്തന്റെ തട്ടകത്തിൽ പുലികൾ ഇറങ്ങി. അരമണി കിലുക്കി ചുവട് വെച്ച് പുലികൾ ഇറങ്ങിയതോടെ ആവേശ കൊടുമുടിയിലായി കാഴ്ചക്കാർ. അത്രമാത്രം ഗംഭീരമായി കഴിഞ്ഞ വർഷത്തേക്കാൾ മനോഹരമായ ഒരു പുലിക്കളി എന്ന് തന്നെ പറയാം. നമുക്കറിയാം കഴിഞ്ഞ വർഷത്തേക്കാൾ 9 സംഘങ്ങളാണ്, പുലി സംഘങ്ങളാണ് ഇത്തവണ ശക്തന്റെ മണ്ണ കീഴടക്കാൻ വേണ്ടി ഇറങ്ങിയത്. അവർക്കുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ സഹായമൊക്കെ വലിയ തരത്തിൽ ആ പുലി സംഘങ്ങളെ സഹായിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിലും സംശയമില്ല. എന്തായാലും ഇത്തവണത്തെ പുലിക്കളി അത് ഗംഭീരമായി എന്ന് തന്നെ ഉറപ്പിച്ച് പറയാൻ സാധിക്കും. അത്രമാത്രം വർണ്ണാഭമായ കാഴ്ചയ്ക്കാണ് അല്പം മുൻപ് പോലും നമ്മുടെ ശക്തന്റെ മണ്ണ് ഈ തൃശ്ശൂര് അത് സാക്ഷ്യം വഹിച്ചത്. തൃശ്ശൂർക്കാർക്ക് എന്താഘോഷമല്ലേ? ഇത്തവണയും വർണ്ണ പകിട്ടോടുകൂടിയാണ് പുലിക്കളി നഗരത്തിലിറങ്ങിയത്. ആവേശത്തിനും ആഘോഷത്തിനും ഒട്ടും മുടക്കം വന്നില്ല. ഇവിടെ എത്തുന്നവർക്ക് വലിയ കാഴ്ച തന്നെയാണ്, കാഴ്ചയുടെ വർണ്ണാഭം തന്നെയാണ് ഇവിടെ ഒരുക്കിയിരുന്നത്. തുടക്കം മുതൽ തന്നെ, വൈകുന്നേരം മുതൽ തന്നെ ഇത് ഒരുങ്ങുന്നതിന് മുൻപ്, പുലികൾ നിരത്തിലിറങ്ങുന്നതിന് മുൻപ് തന്നെ വലിയ ജനസാഗരമായിരുന്നു തൃശ്ശൂർ നഗരം. ഓരോ പ്രാവശ്യവും കഴിഞ്ഞ തവണത്തെക്കാളും ഏതൊക്കെ രീതിയിൽ മാറ്റം കൊണ്ടുവരാം, എന്തൊക്കെ പുതുമ കൊണ്ടുവരാം എന്ന് തന്നെയാണ് ഇത്തവണയും ഓരോ ദേശക്കാരും അതിന് തന്നെയാണ് കൂടുതൽ പ്രാധാന്യം നൽകിയതും. ആ കാഴ്ചകൾ തന്നെയാണ് ഇന്ന് നമ്മൾ സ്വരാജ് ഗ്രൗണ്ടിൽ കാണുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും അടുത്ത തവണയും ഇതിനേക്കാൾ കൂടുതൽ ഭംഗിയാക്കാം എന്ന് തന്നെയാണ് ഓരോരുത്തരും, ഓരോ ദേശക്കാരും ആ രീതിയിലുള്ള പദ്ധതികളെല്ലാം ഇട്ടുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പൊക്കോണ്ടും ഇരിക്കുന്നത്. എന്തായാലും വലിയ ആവേശം തന്നെയാണ് ഇപ്പോഴും ഈ സ്വരാജ് ഗ്രൗണ്ടിൽ നിറഞ്ഞു തൂകുന്നത്. ആദ്യം നാളികേരമുടച്ച ശങ്കരംകുളങ്ങര ദേശം മുതൽ അവസാനം നാളികേരമുടച്ച നടുവിലാൽ ദേശം വരെ പുലികളി ഗംഭീരമാക്കാൻ പരസ്പരം മത്സരിച്ചപ്പോൾ ഇക്കൊല്ലത്തെ പുലികളി ആവേശോജ്വലമായി. തൃശ്ശൂരുകാരുടെ കാത്തിരിപ്പ് ഇവിടെ തുടങ്ങുകയാണ് അടുത്ത വർഷത്തെ പുലിക്കളിക്കായി. അഖിൽ ഓട്ടുപാറയ്ക്കും KP ധനേഷിനും വിനോദ് കുമാറിനും ഭവ്യ പാർവതിക്കും നവമി ദിനേശിനുമൊപ്പം CV അനുമോദ്, ന്യൂസ് 18.
അങ്ങനെ ഓണക്കാലത്ത് സന്തോഷകരമായ കാഴ്ചകളാണ് നമ്മൾ പങ്കുവെക്കുന്നത് എങ്കിൽ അതിനിടയിൽ ഉണ്ടാകുന്ന ഒരു ദുഃഖം എന്നത് സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് വീണ്ടും ഒരു മരണം കൂടി ഉണ്ടായി എന്നുള്ളതാണ്. വണ്ടൂർ സ്വദേശി ശോഭനയാണ് മരിച്ചത്. രോഗം ബാധിച്ച് ഒരു മാസത്തിനിടെ 5ാമത്തെ മരണം ആണ് ഇത്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കഴിഞ്ഞയാഴ്ചയും ഒരു മരണം റിപ്പോർട്ട് ചെയ്തിരുന്നു. വയനാട് ബത്തേരി സ്വദേശിയായ രതീഷാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. കോഴിക്കോട് ഓമശ്ശേരി സ്വദേശികളായ ദമ്പതികളുടെ 3 മാസം പ്രായമുള്ള കുഞ്ഞും മലപ്പുറം കണ്ണമംഗലം സ്വദേശി റംലയുടെ താമരശ്ശേരി സ്വദേശിയായിട്ടുള്ള 9 വയസ്സുകാരി അനയിയും ഈ മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരണപ്പെട്ടിരുന്നു. ന്യൂസ് at 9 പൂർണ്ണമാവുകയാണ്. ഇനി ഇടവേളയ്ക്ക് ശേഷം പോലീസ് പട്രോളുമായി ടോം ചേരും. നമസ്കാരം.